ഹായ് ഫ്രണ്ട്സ്. ഇന്നിപ്പം ഈ ഏപ്രിൽ മാസം അവസാനിക്കാൻ പോകുന്നു. നമുക്ക് വരുന്ന മെയ് മാസം എങ്ങനെയുണ്ടെന്ന് യൂണിവേഴ്സിനോട് ചോദിക്കാം. നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങളുടെ സാമ്പത്തികം, കരിയർ, റിലേഷൻഷിപ്പ്, ഫാമിലി ലൈഫൊക്കെ എങ്ങനെ ആകുമെന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, പ്ലീസ് ഗിവ് മീ ആൻസർ യൂണിവേഴ്സ്, പ്ലീസ് ഗിവ് മീ ആൻസർ, പ്ലീസ് ഗിവ് മീ ആൻസർ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ കരിയർ, ഫാമിലി ലൈഫ്, റിലേഷൻഷിപ്പ്, ഫൈനാൻസ് എന്നതിനെക്കുറിച്ച് വരുന്ന മാസത്തിലുള്ള ഗൈഡൻസ് എന്താണ്, അവരുടെ ഊർജ്ജം എന്തായിരിക്കും, എന്താണ് അവരോട് യൂണിവേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. പ്ലീസ് ഗിവ് മീ ആൻസർ, പ്ലീസ് സപ്പോർട്ട് മീ, പ്ലീസ് ഗിവ് മീ ആൻസർ യൂണിവേഴ്സ്. എന്താണ് യൂണിവേഴ്സിനോട് ചോദിക്കാം. നിങ്ങളുടെ കരിയറിൽ, ലൈഫിൽ എന്താ വരുന്ന മാസത്തിലുള്ള എനർജി എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, നമുക്ക് ഒരു 5 കാർഡ് എടുത്തിട്ട് വരുന്ന മന്തിനെ എങ്ങനെ നമുക്ക് ഏത് രീതിയിലാണത് നമുക്ക് യൂണിവേഴ്സ് അറിയിച്ചു തരുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. വരുന്ന മന്തിൽ മെയ് മാസം നിങ്ങളുടെ കരിയർ, ഫൈനാൻസ്, റിലേഷൻഷിപ്പ്, ഫാമിലി ലൈഫ് എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് കാർഡുകൾ. അങ്ങനെ 5 കാർഡ്സ് എടുത്താണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നും ഓപ്പൺ ചെയ്ത് നോക്കാം. 4 ഓഫ് വാണ്ട്സ് ആണ് കാണുന്നത്. ഒരു സെലിബ്രേഷൻ്റെ കാർഡാണ് കാണുന്നത്. 4 ഓഫ് പെൻറ്റിക്കിൾ, ധനം ശേഖരിച്ച് വയ്ക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. 8 ഓഫ് പെൻറ്റിക്കിൾ, കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളുടെ എനർജി കാണുന്നുണ്ട്. കിങ് ഓഫ് സ്വാർഡ്, ഇൻ്റലക്ച്വലായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളുടെ 2 ഓഫ് സ്വാർഡുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ റെസിഗ്നേറ്റ് ചെയ്യുന്ന ഇപ്പം നിങ്ങൾ ഒരുപാട് ആലോചനയിലാണ്. ഏതെങ്കിലും ഒരു ഫാമിലി ലൈഫിലായാലും കരിയർ ലൈഫിലായാലും എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം എടുക്കാൻ എന്തോ ഒരു ആലോചന നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്തയിലാണ്. അത് ധനത്തെക്കുറിച്ചാണ് കൂടുതൽ നിങ്ങൾ ചിന്തിക്കാനും നിങ്ങളുടെ കരിയറിനെ കുറിച്ചുമാണ് നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ 4 ഓഫ് വോൺസ് എന്ന് പറയുന്നത് സെലിബ്രേഷൻ്റെ കാർഡും കൂടിയാണ്. ഫാമിലി ലൈഫിലായാലും അത് ജോബ് ചെയ്യുന്ന സ്ഥലത്തായാലും കരിയറിലായാലും നിങ്ങൾക്കൊരു സെലിബ്രേഷൻ ഉണ്ടാകാൻ പോകുന്നു. ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു കല്യാണം, അങ്ങനെ എന്തെങ്കിലും ഒരു വിശേഷം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ജോബിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി, അങ്ങനെ അങ്ങനൊരു സെലിബ്രേഷനിലേക്കോ എന്തായാലും നിങ്ങൾ ധനം ശേഖരിച്ച് വയ്ക്കുന്ന ഒരു ഊർജ്ജം കാണുന്നു. നിങ്ങൾ കഷ്ടപ്പെടുന്ന പൈസ ശേഖരിച്ച് വെച്ചേക്കുകയാണ്. അത് ചിലവഴിക്കാതെ കഷ്ടപ്പെട്ട് നേടിയതായതുകൊണ്ടും ആണ് അത് ചിലവഴിക്കുക. അങ്ങനെ ഒരു സെലിബ്രേഷനിലേക്ക് പോവുകയും നിങ്ങൾ ഒരു തീരുമാനം ഇൻ്റലക്ച്വലായിട്ട് എടുത്ത് മുന്നോട്ട് പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു സെലിബ്രേഷൻ്റെ ഒരു എനർജി കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത് കരിയർ സംബന്ധമാണെങ്കിൽ പോസിറ്റീവായിട്ടാണ്. ഫാമിലി ലൈഫിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജമാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് മെയ് മാസം നിങ്ങൾക്ക് വരുന്നത്. ഏത് തീരുമാനം എടുക്കുമ്പോഴും ബുദ്ധിപരമായിട്ട് ഉള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരാണ്. പ്രയത്നിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ധനം ഉണ്ടാകുകയും സമ്പൽ സമൃദ്ധി ഉണ്ടാകുകയും ഐശ്വര്യം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് നല്ലൊരു ഗൈഡൻസാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് മന്തിലേക്ക്, മെയ് മാസത്തിലേക്ക് തന്നിരിക്കുന്നത്. എല്ലാവരും സന്തോഷമായിരിക്കുക. പുതിയ നല്ല തീരുമാനങ്ങൾ എടുക്കുക. ആലോചിച്ച് എന്ത് വേണമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇൻ്റലക്ച്വലായിട്ട് തീരുമാനം എടുക്കുക. എപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കാതെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് വേണം തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുക. അത് നമുക്ക് നല്ലതേ വരുത്തത്തുള്ളൂ. അത് നമുക്ക് സമ്പത്തിനെയും സന്തോഷത്തിനെയും അബണ്ടൻസിനെയും കൊണ്ടുവരും. അന്നേരം എല്ലാവരും സന്തോഷമായിരിക്കുക. നെക്സ്റ്റ് മന്ത് എല്ലാവർക്കും നല്ലൊരു മാസമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട്. ഓക്കെ, താങ്ക് യു.
റീഡിംഗ് എടുക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.